ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ റമളാനിലെ 10ാമത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് റമളാൻ 10ൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. നമ്മുടെ റഹ്മത്തിൻ്റെ 10 നോമ്പ് നമ്മളോട് വിട പറഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി 20 നോമ്പും കൂടി ഉള്ളൂല്ലേ, എത്ര പെട്ടെന്നാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇനിയുള്ള നോമ്പും നോറ്റ് പഠിച്ചവൻ അല്ലാഹു തആല എല്ലാവർക്കും ആരോഗ്യ ആയുസ്സും നൽകട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരം ഒരു 4 മണി 4:30 ആയി. മോൻ വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ, ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ മുറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയത്. ആ സമയത്ത് നോക്കുമ്പോൾ പകുതി അടിച്ചപ്പോഴാണ് നല്ല പൊടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തെളിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പാത്തൂസ് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആളാറ്റി കയറി പോയിട്ടുണ്ട്. ഇനി വേഗം ഇവിടെ നടിച്ച് കയറിയിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് തുടങ്ങാനായിട്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, അവസാനമായപ്പോഴേക്കും എന്താ പറയുക, അത്രയ്ക്കും ഭയങ്കര വിഷമം ഉണ്ടായൊരു സമയം ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ദേ അടിച്ചു വാരലൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നോമ്പ് തുറക്കാനായിട്ട് നെയ്പ്പത്തൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. ഇന്നലത്തെ ചിക്കൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നോമ്പായ കാരണം ഇങ്ങനെ കറികൾക്കൊന്നും അധികം ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നലത്തെ കറി തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ മോന് വയ്യാത്ത കാരണം കൊണ്ട് കഞ്ഞിയും വെക്കണം കേട്ടോ. അപ്പോൾ കഞ്ഞിക്കുള്ളത് ഞാൻ കുക്കറിൽ അരിയോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കഴുകി അതൊരു 2-3 വിസിലടിച്ചെടുക്കണം. മറ്റേ റേഷൻ അരി അല്ല കേട്ടോ, പക്ഷേ ഈ അരി പെട്ടെന്ന് കുക്കറിൽ ഇടുമ്പോൾ വേവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല. സാധാരണ നമ്മൾ 5-6 ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ വിസിലടിക്കേണ്ടി വരാറുണ്ട് കേട്ടോ. ഞാൻ കുക്കറിൽ അങ്ങനെ ചോറ് വയ്ക്കാറില്ല കേട്ടോ പതിവായിട്ട്. കുക്കറിൽ എന്താ പറയുക, കഞ്ഞിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വയ്ക്കുകയെന്നല്ലാണ്ട് അങ്ങനെയൊന്നും അധികമൊന്നും ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ. കുക്കറിൽ അതിന് വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇവിടെ പിന്നെ പൊടിയരി കഞ്ഞിയൊന്നും ഇവർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇത് ഇവിടെ അടിച്ച് വാരലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് സർവത്ത് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഇഞ്ചി മിക്സിയുടെ ജാറിലേക്ക് ചെറിയൊരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് ഞാനൊരു 5 എണ്ണം കുതിർത്ത് വെച്ചതായിരുന്നു, അതും കൂടി അതിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മധുരം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല തണുത്ത വെള്ളം തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ അടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചെറുനാരങ്ങയുടെ തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനിതേ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളം നമുക്ക് എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ച് വെള്ളം ഈ ടൈമിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ മിക്സിയുടെ ജാറിൽ ആദ്യം ഒന്ന് അടിച്ചെടുക്കുക, പിന്നെ നമ്മൾ മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റിയാലും മതി കേട്ടോ. അപ്പോൾ മധുരമൊക്കെ ഇപ്പോൾ കറക്റ്റാണ്. ഞാനിപ്പോൾ ഇവരെ മക്കളെ കൊണ്ട് കുടിപ്പിച്ച് നോക്കിയപ്പോൾ മധുരമൊക്കെ കറക്റ്റാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒഴിച്ച് കാണിക്കുകയാണ് കേട്ടോ. നമ്മളിത് അങ്ങനെ തന്നെ വേറെ കപ്പിലേക്ക് ഒഴിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ലൈം ജ്യൂസാണ് കേട്ടോ അത്. ഇവിടെ എന്താ പറയുക, കൂൾ ബാറിലൊക്കെ കിട്ടുന്ന ആ ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്ന് വെച്ചാൽ നല്ല മഴക്കാറുമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, അടുപ്പിൻ്റെ കാര്യം എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ. നല്ല രീതിയിൽ മുകളിൽ ഷീറ്റൊക്കെ ഇങ്ങനെ ഓട്ടയായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം എനിക്ക് വെയിൽ കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഇവിടെ ഒരു തകര ഇരിക്കുന്നുണ്ടായിരുന്നു, അതെടുത്തിട്ട് അടുപ്പിൻ്റെ മുകളിൽ ഇനി വെച്ചിട്ടുണ്ട്. മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിലും അങ്ങോട്ട് കടക്കില്ലല്ലോ, കൊള്ളില്ലല്ലോ, അടുപ്പിലേക്ക് വീഴില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി ഷീറ്റൊക്കെ കൊണ്ടുവന്ന് ഇടേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്തായാലും തൽക്കാലം തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മഴക്കാറ് ചിലപ്പോൾ അങ്ങനെ പോകാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ മൂത്തുമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. വൈകുന്നേരത്തേക്ക് ആളെന്നും കൊണ്ടു തരാറുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ അത് ഉള്ളിവടയും പരിപ്പുവടയും പിന്നെ ഒരു കായ ബജ്ജി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മ വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അതിൽ ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. പേരയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു ആപ്പിളും എടുത്തിട്ട് ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കഴിക്കാനൊന്നും തോന്നുന്നില്ല നോമ്പ് തുറക്കുന്ന ടൈമിൽ. അധികം ജ്യൂസും പിന്നെ എനിക്ക് അത്യാവശ്യം വേണ്ട കാര്യം തണ്ണിമത്തങ്ങയാണ് കേട്ടോ. അതൊക്കെ ആയിരിക്കും വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്പ്പത്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൈസ് അരിപ്പൊടിയിലാണ് കേട്ടോ ഞാൻ നെയ്പ്പത്തൽ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനൊരു ചെറിയൊരു കപ്പായ കാരണം തന്നെ 4 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ കപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. അങ്ങനെ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിലേക്കാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരത്തിൽ ഞാൻ പെരിഞ്ചീരകവും പിന്നെ ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അരച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. പെരിഞ്ചീരകം ഒരു 3/4 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിലേക്കാണ് കേട്ടോ ഞാൻ ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെള്ളം തിളച്ച വെള്ളമാണ് കേട്ടോ. അങ്ങനെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മളിത് ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ കൈവച്ചിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വേറൊരു പാത്രത്തിലേക്ക് വെള്ളം വെക്കുക, എന്നിട്ട് ആ വെള്ളത്തിൽ തൊട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വലിയ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക. ഞാൻ സാധാരണ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റും കേട്ടോ. എന്നിട്ട് ഫാൻ ഇട്ടിട്ട് ആ ചൂടിങ്ങനെ ഫാൻ ഇടുമ്പോൾ ആ ഒരു കാറ്റുകൊണ്ട് ചൂടിങ്ങനെ ഇതാവുമല്ലോ, ആ സമയത്ത് അങ്ങനെ കുഴച്ചെടുക്കാനാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ ഇളക്കിയെടുക്കുന്നതിൻ്റെ ടൈമിൽ അതിൻ്റെ ഇത് അങ്ങോട്ട് വിട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം അത്. അപ്പോൾ ഇത് ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായി. വേറെ ഒന്നല്ല, ഞാൻ ഇതിങ്ങനെ കുഴച്ച് വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് മോന് വയ്യാന്ന് പറഞ്ഞിട്ട്, വയറുവേദന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ എക്സാമൊക്കെ ഉണ്ടായിരുന്നു, എക്സാമിനൊക്കെ പോയി വന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോഴേക്കും കഞ്ഞിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. കഞ്ഞി തന്നെയാണ് കേട്ടോ ഇപ്പോൾ 2-3 ദിവസമായിട്ട് വയ്യാത്ത കാരണം ഇങ്ങനെ കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയുക, ഇനിയിപ്പോൾ ഇത് വേഗം പരത്തുകയൊക്കെ ചെയ്ത് വേഗം ഇതൊന്നും പണി അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോഴാണ് നല്ല പോലെ തന്നെ വയറുവേദന എടുക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ വീട്ടിൽ പിന്നെ ഇപ്പോൾ ഒക്കെയില്ല, ആരും ഇല്ലല്ലോ. ഇനി വൈകുന്നേരം എങ്ങാനും വയ്യാണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇടങ്ങേറായി പോകുന്ന വെച്ചിട്ട് ഇതങ്ങനെ തന്നെ അവിടെ അടച്ചു വെച്ച് നേരെ ഞങ്ങൾ പോയത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അങ്ങനെ ദേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒ പി ടിക്കറ്റ് എടുക്കുന്നിടത്തായാലും എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ ഒ പി ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇവിടേക്ക് പോയി കേട്ടോ, ഒ പിയിലേക്ക് പോയി കാണിക്കാനായിട്ട്. ഒ പിയിൽ പോയ സമയത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വരിയായിരുന്നു കേട്ടോ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കയറുന്ന ഭാഗമൊന്നും ഇങ്ങനെ കയ്യിൽ പിടിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഡോക്ടറൊക്കെ കാണിച്ചതിന് ശേഷം ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാണെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർക്ക് സോപ്പിട്ട് ഇങ്ങനെ ഇരുന്ന് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതേ മരുന്ന് മേടിക്കാനായിട്ട് വന്നു. പിന്നെ നോമ്പ് തുറക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം ഒരു 8 മണിയായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞങ്ങൾ അങ്ങനെ നടന്ന് അവിടെ പുറത്തേക്കൊരു മരുന്നും കൂടി മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി മേടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഒരു കടയിൽ കയറി ഒരു ഗ്ലാസ് ജ്യൂസാണ് കേട്ടോ ഞാൻ കുടിച്ചത്. പിന്നെ നോക്കിയപ്പോൾ കടകളൊക്കെ അടച്ചു തുടങ്ങി. സമയം 8:30 ആയല്ലോ. അപ്പോൾ ടൗണിലത്തെ കടകളൊക്കെ ഏകദേശം അടച്ചു കിട്ടും. പിന്നെ എനിക്ക് എവിടെയാണ് ഇനി ഹോട്ടൽ ഉണ്ടാവുക കാര്യങ്ങളൊന്നും അറിയില്ല. വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫുഡൊന്നും റെഡി ആയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ വരുന്ന വഴിക്ക് അവിടെ ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഇതേപ്പോൾ പൊറോട്ടയും ചില്ലി ചിക്കനും മേടിച്ച് അങ്ങനെ നേരെ വീട്ടിലെത്തി. ഇതേ സമയം 8:30 ആയിട്ടോ. ഈ സമയത്താണ് പിന്നെ ഞങ്ങൾ ഭക്ഷണം ഞാൻ കേട്ടോ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഇതേ പൊറോട്ട ഉണ്ടായിരുന്നു, ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു. മോന് പിന്നെ കഞ്ഞി ഉണ്ട്, അവനത് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഒരു നെയ് റോസ്റ്റ് കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അൽഹംദുലില്ലാ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.